അങ്ങനെ നമ്മൾ യാത്രയിൽ തന്നെ കേട്ടോ അരിയല്ലൂർ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. അതുപോലെയുള്ള വേസ്റ്റ് കൂമ്പാരങ്ങളില്ലേ, കൂമ്പാരങ്ങൾ അവിടെ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് പൊടിക്കണുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പൊടിച്ചിട്ട് കറുത്ത മണ്ണാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന വേസ്റ്റുകൾ മൊത്തം അതുപോലെ JCBക്ക് ആ കൊട്ടി കിടന്ന് അതങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവിടെ വരുന്ന കേട്ടോ. ജസ്റ്റ് നമുക്ക് പോയേക്കാം. കാണുന്നൊക്കെ വേസ്റ്റുകൾ കൊടുന്ന് കൂമ്പാരാക്കി ഇട്ടിരിക്കണം കേട്ടോ. കൂമ്പാരാക്കി ഇട്ടിട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ കറുത്ത കളർ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നത് ഇതുപോലെ പൊടിച്ച് മാറ്റിയിട്ടാ കറുത്ത മണ്ണാക്കി മാറ്റാണ് കേട്ടോ. അരച്ചിട്ട് ഈ ഒരു മെഷീനിൽ അത് JCBക്ക് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എടുത്തിട്ട് അവിടെ വന്ന് കൊട്ടാട്ടോ. അവിടെ അങ്ങനെ കൊട്ടണത് കുറേശ്ശെ അങ്ങനെ കൊട്ടണതല്ലോ. കുറേശ്ശെ അങ്ങനെ കൊട്ടും. കൊട്ടണത് ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ ഇങ്ങനെ വരുന്ന പൊടിയായിട്ട് ചാടട്ടോ. അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പൊട്ടിയായിട്ട് ചാടട്ടോ. മലപ്പുറം എങ്ക വന്നിരിക്കേ? നിലമ്പൂര്. ആ ശരി. JCBന്റെ കൊട്ടിൽ കുറേശ്ശെ ഇങ്ങനെ കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കയറി പോവാണ്. അങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കയറിപ്പോയി അവിടെ വന്നിട്ട് ചാടും. ഇതെങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ വേസ്റ്റുകൾ പോയിട്ട് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കുന്നുകൂടുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ അതുപോലെ അരഞ്ഞ് വന്ന് ചാടണതാണ്. ആ JCBയിലുള്ള ആള് നമ്മളെ മലപ്പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് കണ്ടപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. ഇതുപോലത്തെ അടിഞ്ഞു കൂടിയ വേസ്റ്റാണ് കേട്ടോ എടുത്തിട്ട് അവിടെ കൊട്ടി കൊടുക്കുന്നത്. അതങ്ങനെ റീസൈക്കിളായിട്ട് വരുന്നുണ്ട്. ഭയങ്കര അതിശയമായി പോയിട്ടാ. ഈ ഏട്ടനെ മറ്റേ നിലമ്പൂരുള്ള ഒരാൾ പൈസ കൊടുക്കാറുണ്ട് പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. പണിയെടുത്ത പൈസ 1,30,000 രൂപ കൊടുക്കാണ്ടെന്ന് പറഞ്ഞത്. ഹായ് ഫ്രണ്ട്സ്, റിയാസ് എഡിസെറ്റാണ്. നമ്മളെ ഒരുപാട് സെൽഫ് ബിസിനസ്സുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്നുള്ളത് ഓൾ ഇന്ത്യ യാത്രയിൽ അരിയല്ലൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എത്താനായിട്ടുണ്ട്. ടൗൺ ടച്ച് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സെൽഫ് ബിസിനസ്സുകളുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. ഫോളോ മീ. ഉള്ള യാത്രയിൽ തന്നെ ഉണ്ടോ. അരിയല്ലൂർ എന്ന് പറയുന്നത് ടൗണിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. തഞ്ചാവൂരിൽ നിന്ന് അരിയല്ലൂർ തഞ്ചാവൂരിൻ്റെ ആ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടുന്ന് പെരുമ്പല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കും പോകാൻ കഴിയും. നമ്മൾ അരിയല്ലൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഡെസ്റ്റിനേഷന് പെരുമ്പല്ലൂരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ട ഈ റോഡ് സൈഡിൽ മൊത്തം ഒരുപാട് സെൽഫ് ബിസിനസ്സുകൾ കാണാനുണ്ട്. നമുക്കൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കട്ടോ. ഫോളോ മീ. ഇവിടെ കഞ്ഞി ഇങ്ങനെയുള്ള ആ സാധനം നമ്മൾ നേരത്തെ കഴിച്ച ഒരു ഐറ്റം സാധനം കേട്ടോ. ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ കണ്ണട ബിസിനസ് കേട്ടോ. ഇതൊക്കെ സെൽഫ് ബിസിനസ്സുകളാണ്. നമുക്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ചെയ്യാവുന്ന ബിസിനസ്സുകളാണ് കേട്ടോ. ഒരുപാട് ഐറ്റം ഗ്ലാസ്സുകളുണ്ട്, ഹെൽമെറ്റും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഊഞ്ഞാലുകൾ, ഇതൊക്കെ ഓരോ ഐറ്റം സെൽഫ് ബിസിനസ്സുകളാണ്. ഇതുപോലെ ഉള്ള ഊഞ്ഞാലുകളുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ടേബിള്, കസേര, ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് സാധനങ്ങൾ കേട്ടോ. നമുക്ക് കയറി വന്നാലേ ഒരു 5,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാവുന്ന ബിസിനസ്സുകളാണ് കേട്ടോ. പിന്നെ ബാഗുകൾ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ബാഗുകൾ. ഇതൊക്കെ ഒരു 5,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് നടത്താൻ പറ്റിയ ബിസിനസ്സാണ്. അതിൽ തന്നെ ഇതുപോലത്തെ ബാഗുകൾ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ റേറ്റാണ് പറയുന്നത്. അതിന് 100 രൂപ എന്നാണ് പറയുന്നത്. പിന്നെ ഇത് സ്കൂൾക്ക് കൊണ്ടുപോകണം, ലഞ്ച് ബോക്സൊക്കെ ഇട്ട് കൊണ്ടുപോകണം, അങ്ങനത്തെ ഒരു ബാഗ് കേട്ടോ. പിന്നെ ബോക്സുകളൊക്കെ കാണുന്നുണ്ട് സോണിയുടെ. അപ്പോൾ ചെറിയൊരു സെൽഫ് ബിസിനസ് 100 രൂപയാണ് നമ്മളെ അതുപോലത്തെ ബാഗിനൊക്കെ ടാക്കൊക്കെ എടുത്തിട്ട് പോലത്തെ. ഒരു സ്കൂളിൻ്റെ മുന്നിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ അവിടെ ഇങ്ങനെ കച്ചവടം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. ഈ സ്കൂളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു കാഴ്ചകൾ കണ്ടു തീർക്കാം കേട്ടോ. ഇതിലേക്ക് വരുമ്പോൾ ബെൽറ്റ്, പൂട്ട്, അതുപോലെ ഗ്ലാസ് കേട്ടോ. അടിപൊളി വലിയ ഗ്ലാസ് കാണുന്നുണ്ട്. ഇതും വേറൊരു സെൽഫ് ബിസിനസ് കേട്ടോ. അതുപോലെ ഗ്ലാസിൻ്റെ നിരന്നുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു 10,000 അല്ലെങ്കിൽ 5,000 രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് ആയിട്ട് ക്യാഷ് ഇറക്കിയാൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റിയ ബിസിനസ്സുകളാണ് കേട്ടോ.
വിശദമായിട്ട് തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഈ ലെതർ ബാഗിൻ്റെ ഇതും കൂടി ഒന്ന് കാണട്ടോ. ലെതർ ബാഗ് ഒരുപാടുണ്ട്, അതൊന്ന് കണ്ടുനോക്കാം. അതിൻ്റെ കച്ചവടം എങ്ങനെ, റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടുനോക്കാം. ഇവിടെ കുഴപ്പമില്ലാത്ത കച്ചവടം നടക്കുന്നുണ്ട്. ലെതർ ബാഗാണ് കേട്ടോ. ഇതുപോലെയുള്ള നമ്മളെ ഷോൾഡറിൽ തൂക്കാൻ പറ്റിയ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവരെ ബിസിനസ്സാണ് കാണുന്നത്. ഇതും ഏറി വന്നാൽ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു ബിസിനസ്സുകളാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കണം, പിടിക്കണമൊക്കെ ഉണ്ട്. ക്വാളിറ്റി ഉള്ള ബാഗായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. സിബ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഈ ബാഗിന് 1000 രൂപയാണ് കേട്ടോ പറയണത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതാ കാണിക്കണേ, 1000 രൂപേൻ്റെ ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് മൂപ്പര് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. 1000 രൂപക്ക് വർത്താണോ അല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കും കേട്ടോ. വലിയ കരിമ്പ് ജ്യൂസിൻ്റെ മെഷീൻ പരിചയപ്പെടാം കേട്ടോ. അതുപോലെ ഒരു യന്ത്രം ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വലുതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. തന്നെ ഈ ഉരുക്കണ മെഷീനെ ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടാണ്. മൂപ്പരിത് ഉരിച്ചുകൊണ്ടിരിക്കണം. നമ്മളവിടെ കത്തി കൊണ്ടല്ലേ ചെയ്യുക, ഇത് ഉരുക്കണ മെഷീനാണ് കേട്ടോ. മൂപ്പരിപ്പോൾ കാണിച്ചു തരും. ഇതെന്ത് ഊരെണ്ണ ഇത്? ആ, എന്താ പേര്? എന്താ റോഡ് ഇത്? തിരുച്ചി റോഡ്, അരിയല്ലൂർ തിരുച്ചി റോഡ്. ഇത് മുതല പാക്കര ആണോ? സിമ്പിൾ ഐഡിയ കേട്ടോ. അതായത് നമ്മളെ ബ്ലേഡ് രണ്ടെണ്ണേ ഇവിടെ ഇങ്ങനെ 2 ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുക. പിന്നെ അവിടെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് 2 ബ്ലേഡ് കൊടുത്തുകട്ടാ. ഇത് വ്യത്യസ്തമായ കാഴ്ച. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇട്ട് വരുന്നത്, ഇതുപോലെയാണ് ഉള്ളിൽ വരുന്നത്. കണ്ടോ? പെട്ടെന്ന് പരിപാടി തീർക്കുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ. അത്രയും നൈസായിട്ട് സിമ്പിളായിട്ട് പരിപാടി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പൊരി വെയിലത്തിട്ടോ ഇതുപോലത്തെ ജ്യൂസ് ഇങ്ങനെ കിട്ടുമ്പോഴുള്ളൊരു ഒരു മനസ്സുഖമുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഇതേ ഒറ്റ അരപ്പേ ഉള്ളൂ കേട്ടോ. വീണ്ടും 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 എടുത്തിട്ട് പിണ്ടിയാക്കണില്ല. അതുകൊണ്ട് ഭയങ്കര ക്വാളിറ്റി കേട്ടോ സാധനത്തിന്. കളർ തന്നെ കണ്ടാലറിയാം. ഒക്കെ അത് വീണ്ടും കുറച്ച് ഒഴിച്ച് തരുന്നേ. അടിപൊളി കേട്ടോ. ടേസ്റ്റ് വൈസ് ആയിക്കോട്ടെ, ഇവർ ഈ ഒരു സ്നേഹം ആയിക്കോട്ടെ ഒക്കെ. നമ്മൾ വീണ്ടും ഐസ് ചോദിച്ചപ്പോൾ ഐസൊക്കെ ഇട്ടെന്നിട്ടോ. ഭയങ്കര ക്വാളിറ്റി സാധനം. ഇതിനാണ് കരിമ്പിൻ ജ്യൂസ് എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ കുറേ അരക്കൂലേ, ഇവിടെ അത്രയൊന്നും അരക്കണില്ല. ഒറ്റ അരപ്പിൽ തന്നെ നല്ല ചതഞ്ഞ് പിണ്ടിയായിട്ട് ആ നീരണ്ട് വരിക കേട്ടോ. ഇവിടെ കണ്ടില്ല പുതിയ കരിമ്പും. അത് പിന്നെ അങ്ങനെ പീസ് ആക്കിയിട്ടാണ് ആ മെഷീനിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവർ ഹസ്ബൻഡ് വൈഫാണെന്ന് തോന്നുന്നുണ്ട്. മെഷീനേ ഈ ഒരു ബ്ലേഡ് ഇവിടെ ഇങ്ങനെ സ്പ്രിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ അപ്പുറത്തും സ്പ്രിങ് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന സ്പ്രിങ്ങാണ് കേട്ടോ ഈ ലാസ്റ്റിൽ. നമ്മൾ മില്ലിലൊക്കെ ഉപയോഗിക്കണ ബ്ലേഡാണ്. ഒക്കെ ഇവിടെ ഇങ്ങനെ അരക്കുന്നുണ്ട് കേട്ടോ. ഒറ്റ അരപ്പിലേ ചണ്ടിയായിട്ട് വരുന്നുണ്ട്. അത്രയും ലോഡാണെന്നുള്ളതാണ്. ഇങ്ങനെ പീസാക്കി വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവരെ ആ സ്നേഹം ഉള്ള ഒരു കച്ചവടം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് പിരിയാണ് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു അനുഭവമായി പോയി എന്നുള്ളതാണ്. മോനസിന് ഇതാ കരിമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്ക് നോക്കിയപ്പോഴേ ഇതൊക്കെ ഒരു സ്കൂളാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മുതൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരു വില്ലൻ കേട്ടോ, നമ്മളെ കയ്യിലുള്ള മുതലാണ്. ഇൻഷാ അല്ലാഹ് പണി ഏൽപ്പിച്ച് ഇതേപോലെ ഇറക്കണം. നമ്മളെ അടുത്തുണ്ട്. ഇൻഷാ അല്ലാഹ് പണി ഏൽപ്പിച്ച് ഇതേപോലെ ഇറക്കണം. ഇത് കണ്ടപ്പോൾ ഇവിടെ വന്ന് കാണാനൊരു പൂതി, അപ്പോൾ പോകുന്നതാണ്. നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിലാണ് കേട്ടോ.
നമുക്ക് ഇറക്കണതേപോലെ. മാഷാ അല്ലാഹ്. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഹൈലൈറ്റായി തോന്നി ഈ ഒരു സാധനം. അടിപൊളി. അതേപോലെ ഒരു ബോക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണതാട്ടോ. അത് ഇലക്ട്രാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള സ്റ്റാൻഡേർഡാണ്. 82 മോഡലാണ് എൻ്റെ അടുത്തുള്ളത്. അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കേട്ടോ. അത് അതിൻ്റെ ആ ക്ലേസിയും കാര്യങ്ങളും കണ്ടാൽ തന്നെ അറിയാം. പിന്നെ വലിയ വുഡ്സിൻ്റെ ഓണൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പഴയ ഹാൻഡിൽ തന്നെയാണ്, അതൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ബൈ ബൈ. സ്കൂളിലാട്ടുള്ളത്. ആദ്യം തന്നെ വോളിബോളിൻ്റെ ഒരു ഗ്രൗണ്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ അടിപൊളിയായിട്ട് കട്ട പയിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് സ്കൂളിൽ നിന്ന് കണ്ടുവരാം. ഭാഗത്തായിട്ട് ബാത്റൂമും പിന്നെ വെള്ളം ഉപയോഗിക്കാനുള്ള പൈപ്പും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഒരുപാട് എണ്ണം ഉണ്ട്. ഏരിയയൊക്കെ നോക്കിയപ്പോൾ ഫുള്ള് തണൽ മരങ്ങൾ കൊണ്ട് ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും മാർക്കിലാണ് എല്ലാം വരുന്നത് കേട്ടോ. നമ്മളൊക്കെ ഗൈഡായില്ലേ, അതിവിടെ ആയിട്ടില്ല. ഇവിടെ എപ്പോഴും മാർക്കിൽ ഇത്ര എന്നുള്ളത് കറക്റ്റ് ഇങ്ങോട്ട് എടുത്ത് പറയുന്നുണ്ട്. ഇതിന് ചുറ്റേ ഇരിപ്പിടം തയ്യാറാക്കി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒക്കെ അരിക്കണുണ്ട് കേട്ടോ. അരിക്കണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മണലരിക്കണം കേട്ടോ. ഇവിടുന്ന് കോരിയിട്ട് ഇവിടുന്ന് തരിച്ചെടുക്കണം കേട്ടോ. വെയിലാണ് കേട്ടോ. ഈ വെയിലത്തും കൂടി വർക്ക് എടുക്കുന്നുണ്ട്. ഭാഗത്തെ സൈക്കിള് നിർത്താനുള്ളൊരു പാർക്കിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈക്കിള് ബൈക്കൊക്കെ നിർത്താൻ പറ്റിയ ഭാഗം ഇതൊന്നും നമ്മളെ നാട്ടിൽ കാണില്ല. പിന്നെ സൈക്കിളൊന്നും ഉപയോഗിച്ചിട്ട് ആരും നമ്മളെ നാട്ടിലൊന്നും വരലില്ല കേട്ടോ. ഈ ഒരു ഷെഡ് അതിനായിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞ തണൽ മരങ്ങൾ ഈ ഒരു ഏരിയയിൽ മൊത്തം ഉണ്ട് കേട്ടോ. തമിഴ്നാട് സ്കൂളിൻ്റെ ബസ്സുകളാണ് ഇവിടുത്തെ സ്കൂൾ ബസ്. ഇത് പ്രൈവറ്റ് ബസ് സ്കൂളാണ് കേട്ടോ. ചെറിയൊരു പൂച്ചക്കുട്ടി കേട്ടോ. ധാരാളം കൊടുന്നവിടെ വെച്ചാണ്. വാ. പിന്നെ ഇവിടെ സ്കൂളിൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതിൻ്റെതായ പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഔട്ടർ ലുക്ക് ഇതാണ് കേൾക്കൊണ്ട് വരുമ്പോൾ. എന്താ കുളിര്. അത്രയും വെയിലത്ത് നിന്നേ ഇങ്ങോട്ട് തണുപ്പത്തേക്ക് വരുമ്പോൾ ഉള്ളൊരു മാറ്റം കേട്ടോ. അല്ലാ, മോനൂസ് അതിനിട്ട് എടുത്ത് പോരുന്നുണ്ട് കേട്ടോ. എന്നാ പോരാ കൊണ്ടുപോവാ. വാ കൊണ്ടുപോവാ. പിടിച്ചട്ടാ, പിടിച്ചോ. ജന നോക്കണട്ടാ. ജന നോക്കണട്ടാ. പശു നോക്കൂലട്ടാ. ജന നോക്കണട്ടാ. പിടിച്ചോ. പശു കുട്ടീനെ പിടിച്ചോട്ടാ. അപ്പോൾ നമുക്ക് ഒരു പുതിയ അതിഥിയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. യാത്രയിലേ അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല കേട്ടോ ആളെ. കാരണം നമ്മൾ തന്നെ പല ഏരിയയിൽ കൂടിയും പല പ്രതിസന്ധി കൂടിയും നടക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ വെച്ചുകാണ്ട് പോവാണ് കേട്ടോ. എന്നാലും അവിടെ തന്നെ കൊണ്ടുപോയിട്ടാ. അവിടെ തന്നെ കൊണ്ടുവച്ചാ എന്നാ പിടിച്ചോ. അവിടെ തന്നെ കൊണ്ടുപോയിക്ക്. നായ്ക്കൾ മാത്രമല്ല, നമുക്ക് പല ഏരിയക്കും പോകേണ്ടി. അപ്പോൾ ഇതിനൊന്നും എടുത്ത് പോക്കിടക്കില്ല. ഒരു ദിവസമൊക്കെ ഇപ്പോൾ വണ്ടിയിലിട്ടുകൊണ്ട് പോകാൻ പറ്റുമോ? അതൊന്നും കഴിയില്ല. അല്ലെങ്കിൽ തൂക്കി കൊണ്ടിടക്കലും നടക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ തന്നെ അതിനെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. കിട്ടിയോടെ തന്നെ പറഞ്ഞു വന്നത് ഈ ഒരു ഏരിയൻ്റെ പ്രത്യേകത കേട്ടോ. ഭയങ്കര കൂളിങ് കേട്ടോ ഇവിടെ. അടിപൊളി ഏരിയ. നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതുപോലെ മരങ്ങളൊക്കെ നമ്മൾ സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല കൂളിങ്ങും ഉണ്ടാവും കേട്ടോ. ഇതുപോലത്തെ മരങ്ങളാവണം. അല്ലാതെ കുറേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന മരങ്ങളാക്കി ആവരുത്. ഇതുപോലെ ഇലകൾ മാത്രം വലുതാവണ മരങ്ങളായി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കൂളിങ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെയൊക്കെ കണ്ടില്ലേ ഇരിപ്പിടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ഈ ഇരിപ്പിട ഏരിയയിൽ തന്നെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കൂളിങ്ങാണ്. ഇവിടെ വണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ വലിയൊരു പൈപ്പ് ലൈനിൻ്റെ സ്രോതസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുത്തിരിക്കണ ആ ഒരു രീതി നോക്കുകയാണെ. അതായത് തറമ്പം തന്നെ അതിന് ബേസനാക്കിയിട്ട് ഒരു തിണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ലൈൻ ഇട്ട് കൊടുത്ത് കേട്ടോ. ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. സ്കൂളിൻ്റെ മതിലുകളാട്ടോ കുപ്പിച്ചില്ലുകൾ കൊണ്ട് ഇങ്ങനെ മൊത്തം ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ കുപ്പിച്ചില്ലുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂളിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ വൃക്ഷങ്ങൾ മാത്രം കേട്ടോ. അതായത് നമ്മൾ സ്കൂളിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് മരങ്ങൾ ഇങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതും അതിൻ്റെ ആ രീതിക്ക് ഇത് സംരക്ഷിക്കുന്നുണ്ടെന്നുള്ളതും കൂടിയാണ് കേട്ടോ.
ആ മരത്തെ നിർത്തിയിട്ടാണ് എല്ലായിടത്തും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നും കൂടിയാണ് കേട്ടോ. നല്ല ഇറക്കിയ സ്കൂള് യാത്രയിൽ തന്നെ കേട്ടോ. അരിയല്ലൂർ ടൗണിലാണ് ഉള്ളത്. ഇവിടെ നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു ചർച്ച് കണ്ടിട്ടോ. പഴയ ചർച്ചാണ്. ഒന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം, എന്തെങ്കിലും കാണാനുണ്ടോ നോക്കട്ടോ. അപ്പം മാലിക്കിനെ നമ്മൾ ഇവിടെ തന്നെ നിർത്തിയിട്ടുണ്ട് ഗേറ്റിൻ്റെ ഇവിടെ. അങ്ങനെ നമ്മൾ ഈ ഒരു വഴിയിലൂടെ എങ്ങനെ നടന്നു പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. പഴയ ചർച്ചാണ്. ഗേറ്റ് കടന്നു വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബൈബിളിൻ്റെ പുസ്തകം ഉണ്ട്, ബൈബിളുണ്ട്. ബൈബിളിൻ്റെ മേലെ ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സൈഡിലൂടെ നടക്കാനുള്ളൊരു പാത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്തുവിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാറകളും കല്ലുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു പള്ളി പഴയ പള്ളിയാണ് കേട്ടോ. ഒരുപാട് പഴക്കമുണ്ടെന്ന് ഇതിൻ്റെ ഈ ഒരു സ്ട്രെച്ചിങ് തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് വരുമ്പോഴേ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 1935 ഒരു സംഭവം ഉണ്ടത്. 1944 എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അന്നത്തെ വാതിലുകളാണ് ഈ കാണുന്നത്. പൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ സൈഡിൽ കൂടി ഇങ്ങനെ പോയി നോക്കാം. ഈ ഒരു നിർമ്മിതിയുടെ ബാക്കിൽ ഇങ്ങനെ കേട്ടോ കാണുന്നത്. ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ട് ഈ കെട്ടിട നിർമ്മിതി. പഴയ കാലത്തെ കണ്ട് എടുത്ത് കാണിക്കേണ്ടതെന്നുള്ളതാണ് കേട്ടോ. സൈഡിലേക്ക് പോകുന്തോറും പുതിയൊരു നിർമ്മിതി കൂടി കണ്ടു. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഗേറ്റ് ഉണ്ട് പുറത്തേക്ക് കടക്കാനും കയറാനായിട്ടുള്ള. ഒരു ഗുഹ മാതിരിയുള്ള ഒരു നിർമ്മിതിയാണ് ഇവിടെ കാണുന്നത്. പാറകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കരിങ്കല്ല്, പാറ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്വർണ്ണ തിളക്കം വരാൻ വേണ്ടിയിട്ട് അതിനെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്വർണ്ണ പെയിൻറ്റിങ് ഉള്ളിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു രീതിക്ക് വരുമ്പോൾ ഇങ്ങനെ ഉള്ള നിർമ്മിതി കേട്ടോ. ഫുള്ള് ഇഷ്ടികയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. പഴയ സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ബിൽഡിങ്ങിൻ്റെ സ്ട്രെച്ചിങ്. ഈ ഒരു പുതിയ ബിൽഡിങ്ങിൻ്റെ പേര് നമുക്ക് കറക്റ്റ് വായിക്കാൻ അറിയില്ല, തമിഴല്ലേ. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന്. മാലിക്കിനെ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. അതിന് നേരെ അപ്പുറത്ത് തന്നെ വെള്ളമുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ ഇന്ന് കുക്ക് ചെയ്തിട്ടുള്ളത്. കുറച്ച് ടൈം ലേറ്റായി. ഇന്നലെ നമ്മൾ ആ ഒരു അമ്പലത്തിൻ്റെ കിടക്കുന്ന സ്ഥലത്തായതുകൊണ്ട് കിടന്നുകൊണ്ടേ കുറച്ച് ലേറ്റായി. ചോറാക്കിയിട്ടുണ്ട്, കറി ആക്കിയിട്ടുണ്ട്. പിന്നെ ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പേരി ഇതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മോനുസൈ നല്ല ഉറക്കത്തിലാണ് കേട്ടോ ആള്. നല്ല ഉറക്കത്തിലാണ്. നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. ഇപ്പം ഒന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ട് നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാ ഗ്രാമത്തിലുള്ള പോലെ മോട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഡ്രസ്സുകൾ അതവിടെ ഇന്നലെ അലക്കിയതാണ്. ഉണങ്ങാത്തതവിടെ ഉണക്കാട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാമമാണ്. മനോഹരമായിട്ടുള്ളൊരു ഗ്രാമം കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ യാത്രം വരുന്നുണ്ട്. മാടുകൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. മാലിക്ക് തൊട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇന്നത്തെ സ്പെഷ്യല് ചോറ്, വഴുതന കൂട്ടാൻ, പിന്നെ ആ ഏട്ടൻ്റെ തോട്ടത്തിൽ നിന്ന് എടുത്ത ചീര കേട്ടോ. ചീരയും വഴുതനങ്ങയും ആ ഏട്ടൻ്റെ തോട്ടത്തിൽ നിന്ന് എടുത്താണ് ഇന്നലെ. മതി അങ്ങനെ ഇത്രയും വലിയ ടൗണിലും അത്താണി ഉണ്ട് കേട്ടോ. ആ കണ്ണത്താണി അതിൻ്റെ ആവശ്യവും വരും കേട്ടോ അവർക്കൊക്കെ. കാരണം ആ കാണുന്ന ആൾക്കാരൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചുമട കയറ്റി വരികയാണെങ്കിൽ ഇറക്കി വെക്കാൻ ഇത് ഉപയോഗപ്പെടും ആരില്ലെങ്കിലൊക്കെ. 100 വീടിൻ്റെ ഒരു പദ്ധതിയാണ് കേട്ടോ കാണുന്നത്. അതായത് പെരുമ്പല്ലൂർ പോണ റൂട്ടിൽ നിന്ന് കുറച്ചും കൂടി ഉള്ളിൽ കയറണം. ഒരുപാടുണ്ട്. ഈ ലൈൻ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഒരുപാടുണ്ടാവും. നമ്മൾ പിന്നെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് തന്നെ ഉള്ളിൽ കയറണില്ല കേട്ടോ. അങ്ങനെയല്ല നമ്മളുള്ളതേ മൂങ്കിപ്പടി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. ഒഴിഞ്ഞ് കിടക്കുന്ന വിജനമായിട്ടുള്ള സ്ഥലം കേട്ടോ. കുറേ ദൂരം കൊണ്ട് ഓടിയിട്ട് ഇവിടെയാണ് ഇപ്പോൾ ഒരു വീട് കാര്യങ്ങളൊക്കെ കണ്ടത്. മാലിക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ യാത്രയിൽ തന്നെ കേട്ടോ. മാലിക്കിനെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ റേഷൻ കട വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വലിയൊരു കിണർ വരുന്നുണ്ട് കേട്ടോ. ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ശേഖരിക്കണം. ഇതാ നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ ചവിട്ടുപടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് വെള്ളം എടുക്കണം. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ അടിക്കാൻ വിചാരിച്ച് നിൽക്കാം കേട്ടോ.
അപ്പോൾ തലൈവരെ പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ തലൈവരെ ഒന്ന് പോയി കാണൽ പരിപാടിക്ക് ഇങ്ങനെ ഇവിടുത്തെ ചായക്കടയിൽ പോയി ചോദിച്ചാൽ നമ്പർ ഇട്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നാളെ ഒരു ഊരിൽ തങ്ങിയില്ല അതേപോലെ. അപ്പോൾ ഇവിടെ ഒന്ന് പോയി ചോദിച്ചു നോക്കാം എന്താ പറയാന്നുള്ളത് അറിയാം. ഇതാണ് ഈ ഊരിൻ്റെ ചെറിയൊരു വിശേഷങ്ങളും ഭാഗങ്ങളൊക്കെ. ഇതൊരു പഞ്ചായത്ത് ഓഫീസാണെന്നാണ് പറഞ്ഞത്. ഈ കാണുന്ന ഒരു പഞ്ചായത്ത് ഓഫീസാണ്. നമ്മളിവിടെ വന്നിട്ടേ നമ്പർ ചോദിക്കാൻ കേട്ടോ. ഈ ഏട്ടനോട് നമ്പർ ചോദിക്കാണ്. ഇതാണ് കേട്ടോ അവിടുന്ന് പറഞ്ഞ കട, ചായക്കട. ഇവിടെ ഈ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് വെള്ളം കോരാനൊക്കെ. അവർ ഈ സൈക്കിൾ മേലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണാട്ടോ പോലെ സൈക്കിൾ മേ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. ഇതൊരു പഞ്ചായത്ത് ഓഫീസ് മാറ്റത്തെ സ്ഥലമാണ്. പഞ്ചായത്ത് ഓഫീസിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടിയോട് നടത്തിയിട്ടുണ്ട്. ടെൻ്റ് നമ്മളോട് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്നിട്ട് അടിച്ചു വരും. ഞങ്ങൾ ആ കിടക്കുന്ന ഭാഗം കുറച്ച് കണ്ട് അടിച്ചു വരി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഈ ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ തന്നെ അടിക്കാമെന്ന് വിചാരിച്ചത്. വെള്ളം കോരാനും പിടിക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട്. പിന്നെ അവിടെ പൈപ്പിലുണ്ട്. നമ്മളിവിടെ കേട്ടോ സ്റ്റേ ചെയ്യണേ. കുട്ടികൾ നാട്ടിലത്തെ കുട്ടികളുടെ ഇതുള്ളേ നല്ല ടയേർഡാണ്. അപ്പോൾ പെട്ടെന്ന് സ്റ്റേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. இந்த ஊர் பேர் என்னண்ணா? பேர் மூங்கில்பாடி. மூங்கில்பாடி. நீங்கள் உங்கள் பேர்? என் பேர் பெரியசாமி. பெரியசாமி. இது உங்கள் ஒய்ஃபு? தலைவர். தலைவர். அப்போ நீங்கள் இப்போ நம்ம வெளியில் சுற்றுறதுனா நம்ம கொஞ்சம் பார்த்துக்கிறது. மற்றபடினா அவங்க ஆஃபீஸ் லெவலில் அவங்க அழைச்சிட்டு போயிட்டாங்க. சரி சரி. அப்போ ஒவ்வொரு ஊர்லையும் ஒவ்வொரு ஆளுங்க இருப்பீங்களா தலைவர்னு? தலைவர்னு சொல்லி ஒவ்வொரு ஊர்லையும் ഒരാൾ இருக்கும். தலைவர் 6 വാർഡ് നമ്പർ. ശരി ശരി. അപ്പോൾ ഞങ്ങൾ മുകിൽപ്പടി എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ടിലാട്ടോ ഇന്നലെ സ്റ്റേ അടിച്ചത്. ഇതാ കാണുന്ന ഒരു തലവരെ ഓഫീസുണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ടാ. ജസ്റ്റ് ഇത് അവിടുന്ന് വെള്ളം കാര്യങ്ങളൊക്കെ കോരുന്നുണ്ട്. ഒരു ഏട്ടൻ്റെ ഇത് നോക്കുന്നുണ്ട്. ആട്ടുംകുട്ടികളൊക്കെ തൊട്ട് വരുന്നു. മോനുസേൻ്റെ വൈകുന്നേരം പോകുന്നുണ്ട്. ആട്ടുംകുട്ടികളുണ്ടോ? കിണറിനോടൊക്കെ കണ്ട പ്രത്യേക ഒരു കാഴ്ച കേട്ടോ. അവിടെയൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ സ്ലോപ്പാക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പാത്തി കൂടെ ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ ഒരു കുഴി മാറിയിട്ടോ. ഇവിടെ പൊട്ടിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഒരു കുഴി മാറിയാണ്, കല്ല് ഇതൊക്കെ കൂടിയിട്ടുള്ള. അതിക്ക് വന്നിട്ട് വെള്ളം ഇങ്ങനെ നിൽക്കും, അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവും. അത് ആ ഒരു സൈഡിലുണ്ട് കേട്ടോ. ഇത് കുറേ സ്ഥലത്ത് നമ്മൾ കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ വിട്ടുപോയി. ഇവിടെയൊക്കെ സ്ലോപ്പാക്കിയിട്ടോ അങ്ങോട്ട്. അങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം ആ ഒരു കല്ല് കൊണ്ടുള്ള ഒരു ഏരിയക്ക് വന്നിട്ട് ചാടും. അപ്പോൾ വെള്ളം നേരെ അടിയിലേക്ക് പോകും, പരക്കൂല. ഇതിപ്പോൾ നമ്മളവിടെയൊക്കെ പൈപ്പിൻ്റെ ചോട്ടൊക്കെ ഇതുപോലെ ചെയ്യണമെങ്കിൽ വെള്ളം അങ്ങനെ ഭൂമിക്ക് ഇറങ്ങിപ്പോവും, പരക്കണ പരിപാടി കുറേ പോവും. മലപ്പുറം. നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നേ? ഒലവക്കോട്. കിരൺ ഹോട്ടലല്ലേ? 5 വർഷം ഉണ്ടായിരുന്നേ? 5 വർഷം. പിന്നെ ഇവിടെ വന്നേ? ഈ ഊരാ? വേണ്ട ഇത് വേണ്ട. இப்போதா சாப்பிட்டு சமைச்சு ரெடியாக்கி கிளம்புற നേരത്തെ ഇങ്ങതാ തൂങ്ങണേ. തമിഴ്നാടിൻ്റെ ഉൾഗ്രാമത്തിൽ തന്നെ കേട്ടോ, പെരുമ്പല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ആമ്പലിൻ്റെ വലിയൊരു തോട്ടം ഉണ്ട് കേട്ടോ, ലാക്കിൻ്റെ ഒരു തോട്ടം. ആമ്പലിൻ്റെ ഒരു വലിയൊരു കുളമുണ്ട്, പക്ഷേ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നീട്ടുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ഏരിയയാണ് കേട്ടോ. എപ്പോഴെങ്കിലും ഓരോ വണ്ടികൾ പോകണേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ മൃതദേഹം കത്തിക്കണ ഒരു ഏരിയ ഒക്കെ ഉണ്ട്, ഒഴിഞ്ഞെടുക്കുന്ന പ്രദേശം ഉള്ളത്. ഈ കുന്നം എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് കേട്ടോ. കുന്നം എന്ന് പറയുന്ന ഈ സ്ഥലത്താണുള്ളത്. ഇവിടെയൊക്കെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലം തന്നെ കേട്ടോ. നമ്മൾ കാണിച്ച ഈ ഒരു ആമ്പലത്തെ കൃഷി നടക്കുന്ന സ്ഥലത്താണ് കേട്ടോ. ഫുള്ള് പറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വെള്ള സ്രോതസ് ഒരുപാടുള്ളൊരു ഏരിയ കേട്ടോ ഫീൽ ചെയ്തത്. ഇവിടെ ഇങ്ങനെ കിണർ കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ഗ്രാമത്തിൽ നമ്മൾ കിണർ കണ്ടിരുന്നില്ല, വലിയ കിണർ, അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. നമ്മൾ അരിയല്ലൂർ പെരുമ്പല്ലൂർ മെയിൻ റോഡിലാണ് കേട്ടോ ഉള്ളത്. ഫുള്ള് ഒഴിഞ്ഞു കിടക്കുന്ന വിജനമായ സ്ഥലങ്ങളാണ് കേട്ടോ. മൊത്തം അങ്ങനെയാണ്, അരിയല്ലൂർ ടു പെരുമ്പല്ലൂർ. അങ്ങനെ കാണും കേട്ടോ നമ്മളിടയ്ക്ക് ഈ ഇടത്തെ ഭാഗത്ത് കൂടി കയറി പോണത്. വിജനമായ സ്ഥലം. 2-3 നജീബന്മാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഫുള്ള് ആടുകൾ മെയിനുണ്ട്. ഈ പൊന്തക്കാടിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആടുകൾ മെയിനുണ്ട്. നല്ല ചൂടാണ് കേട്ടോ.
ഏകദേശം ഒരു 11 മണിയായിട്ടുള്ളൂ. നല്ല ചൂട്. അതുപോലെ തന്നെ നീണ്ട് കിടക്കുന്ന റോഡാണ് കേട്ടോ. എത്രത്തോളം നീണ്ട് കിടക്കണ്ടോക്കണേ. ഇവിടെ ടോൾ പാസ് ഉണ്ട് കേട്ടോ. ടോൾ പാസ്സാൽ പരിപാടി ഒന്നുമില്ല, ഒക്കെ കംപ്ലീറ്റ് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപാട് വിറ്റുകൾ നടക്കുന്നുണ്ട്. അടുത്ത ടീം ഇനിയും കാണാം. നമ്മളെ വീണ്ടും ഒരു മൊബൈൽ ATM കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് എടുക്കാൻ പറ്റുമല്ലേ എന്നുള്ളത് നോക്കട്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഫാൻ വരുന്നുണ്ട്, ATM കൗണ്ടർ വരുന്നുണ്ട്, ക്യാഷ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനാട്ടെ നമ്മൾ പൈസ എടുത്തത്. ഒരു ഏട്ടനുണ്ട്, ഒരാളുണ്ട് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിച്ചറിയാം എന്താണെന്നുള്ളത്. ദിനമോ ഒരേ ഏരിയയിൽ നിപ്പാട്ടുവീங்களா? ஆ அப்படின்னா எவ்வளோ டைம் இருப்பாங்க இங்கே? ஆ എല്ലാ കാർഡും എടുപ്പീங்களா? ശരി. രണ്ടുപേരാ എപ്പമേ? ശരി ശരിയണ്ണ. കേരളാവിലില്ല, അതാ വിസാരിക്കലാന്ന് വെച്ചാൽ. ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റിങ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഇതുപോലെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഈ സൈഡാണെങ്കിൽ ഇതുപോലെ കേട്ടോ. ഒരു പാലത്തിൻ്റെ ചോട്ടാണ് നിർത്തിയിട്ടുള്ളത് കേട്ടോ. ഇന്നതിപ്പോൾ ആ ഏരിയ നിന്നാണ് കേട്ടോ. ഇനി നമുക്ക് പോകാനുള്ളത് ഇങ്ങനെ ഈ റോട്ടിനാണ്. ഈ പാലം കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ചെന്നൈ ആണ് കേട്ടോ. നമ്മളുള്ളത് പെരുമ്പല്ലൂർ ടൗണിലാട്ടോ. ഇവിടെ കൗതുകരമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കണ്ട് പരിചയപ്പെടുത്താൻ തോന്നി. പോയി കണ്ടാലോ? ഈ ഓട്ടോ നമ്മുടെ നാട്ടിലത്തെ അതുപോലത്തെ കേട്ടോ. പക്ഷേ ഈ ഓട്ടോ സ്റ്റാറിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടോകൾ. ചേട്ടാ നമ്മളോട് ഫോട്ടോ എടുക്കേണ്ട പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഏരിയയിൽ മൊത്തം ഉണ്ട് കേട്ടോ വണ്ടികൾ. ഈ വണ്ടികളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. സ്റ്റാറിങ് കാര്യങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ സ്റ്റാറിങ് ഗിയർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടികളാണ് കേട്ടോ. വേറെ തന്നെ ഒരു ഷേപ്പ്. അത്രയും വണ്ടിയുണ്ട്, ആ തല വരെ. കാണുന്ന വണ്ടികളൊക്കെ അതേ മോഡലാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് പരിചയപ്പെടുത്താൻ തോന്നി, അങ്ങനെ നമ്മൾ കാണിക്കണം. ഇതിലൊക്കെ എത്രങ്ങാനും ആൾക്കാരെ കയറണം നോക്കുകയാണേ. ഒരു ബസ്സൊക്കെയുള്ള ആൾ കയറുന്നുണ്ട്. കുട്ടികളൊക്കെ അവിടെ ഗ്യാപ്പ് വെക്കുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ആൾക്കാരെടുക്കാൻ. അപ്പോൾ അങ്ങനെ റിവേഴ്സ് ഇങ്ങനെ പോണതാ. മീനുകളൊക്കെ ഒരുപാടായിട്ടുണ്ട് കേട്ടോ. 1/2 കിലോ ഇറച്ചി മേടിച്ചിട്ടുണ്ട് കേട്ടോ. 200 രൂപയാണ് ഇന്നത്തെ റേറ്റ്. പെരുമ്പല്ലൂർ. പിന്നെ ചില്ലിക്ക് വേണ്ടിയിട്ടാണ് വെട്ടുന്നത്. ഞങ്ങൾ ഈ സ്ഥലത്താട്ടപ്പോൾ ഒന്ന് കുക്കിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഒരു അരീൻ്റെ റേഷൻ കട കേട്ടോ, റേഷൻ കട. അപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകി വെച്ചിരിക്കണം, ഒന്ന് പൊരിക്കണം. പിന്നെ കറിയും കാര്യങ്ങളും ചോറൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കിക്കണം. അപ്പോൾ ചിക്കന് ഒന്ന് പൊരിച്ച് കഴിഞ്ഞാൽ അവൻ കൂട്ടി കഴിക്കാം. ഇന്നത്തെ പരിപാടി തന്നെ അങ്ങനെ കേട്ടോ. വഴുതന കൂട്ടാൻ, ചോറ്, ചിക്കൻ പൊരിച്ചത്, അടിപൊളി. എന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഴിക്കലായിപ്പോയി. ഇത്രയും ദിവസത്തിന് ഉള്ളിൽ നമ്മൾ ഇന്നാണല്ലോ ചിക്കൻ പൊരിക്കണേ അല്ലേ? പൊരിക്കണം ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മളെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാണുന്ന റോഡിന് കുറച്ചങ്ങോട്ട് പോയിട്ട് കുക്ക് ചെയ്ത് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ട്, അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ എഴുതിയിട്ട് വന്നാട്ടോ. ഇത് മൊത്തം ചീരുള്ളി ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ആ കാണുന്ന ഏരിയ മൊത്തം ഉണ്ട്. അതുപോലെ ഈ ഏരിയയിലും ഉണ്ട് കേട്ടോ, ചാക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു അത്താണി കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ളതൊക്കെ കേട്ടോ. ഇതേ ചീരുള്ളി, ചിന്ന വെങ്കായം, ചെറിയ ഉള്ളി കേട്ടോ. കൊടുക്കാൻ വേണ്ട? ആ കൊടുക്കൂല കൊടുക്കാനുള്ളല്ല. അപ്പോൾ ഇതേമാതിരി ഒരു ബ്ലേഡ് വെച്ചിട്ടേ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇവരൊക്കെ. കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ടാവും തോട്ടത്തിൽ നിന്ന്. അതിങ്ങനെ ബ്ലേഡിൽ വെച്ച് കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ എടുത്ത വേസ്റ്റാണ് കേട്ടോ. അത് മൊത്തം പുല്ലായിട്ടുണ്ട്. ആലമ്പടി. എന്താ ഒരു പേര്? യെസ്നൈ. ഇനി ഇங்கிருந்து മാർക്കറ്റ് എത്തി പോവീங்களா?
ഏ ആ വയലിൽ വെക്കരുക്കാ ആ. അപ്പോൾ ഈ ചേച്ചിയുടെ അക്ക ഉങ്ങളെ പേര് എന്താ ഊര് പേര്? യസനി. ആ യസനി എന്നുള്ള സ്ഥലത്താട്ടുള്ളത്. ഇറങ്ങു പോനെ, തൂക്കിടാണ് കേട്ടോ. അങ്ങനെ യാത്രയിൽ തന്നെ കേട്ടോ മനോഹരമായിട്ടുള്ളൊരു ഇരു സൈഡുകളിലും പുളിമരം വെച്ചിട്ടുള്ളൊരു റോഡ് കേട്ടോ. ഭയങ്കര രസമായിട്ടുള്ള ഏരിയ. തമിഴ്നാട്ടിൽ നിന്ന്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുള്ളത് ആത്തൂർ എന്ന് പറയുന്ന ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്രകളും കാര്യങ്ങളൊക്കെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടെ നിന്നുള്ള ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ജസ്റ്റ് മറുപടിയാണ്. ആത്തൂർ എന്ന് പറയുന്ന ഈ ഒരു ഡെസ്റ്റിനേഷൻ കേട്ടപ്പോൾ ഉള്ളത് ഇവിടെ യാത്രയിൽ തന്നെ കേട്ടോ. നമ്മളെ മാലിക്കിനവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോഴേ ഇവിടെ 2 ചെറിയ കുട്ടികൾ ട്രാക്ടർ ഓടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താൻ കരുതി. ചെറിയ 2 പിള്ളേർ അവരതിൻ്റെ രീതിക്കായി ചെയ്യുന്നുണ്ട്. നിർത്തിയോ? ഇല്ല, അത് അവർ റിവേഴ്സ് എടുത്തിട്ട് ഒന്നുകൂടി ഓടിക്കണം കേട്ടോ. ചെറിയ 2 കുട്ടികളാണ്. ഇത് കണ്ടപ്പോൾ നമ്മളെ ടാറ്റ അണിക്കുന്നുണ്ട്. ചെറിയ പിള്ളേർ കേട്ടോ. ഏതാ വണ്ടി നോക്കുകയാണ് നിങ്ങളെ? കണ്ടൊക്കെ അവർ പൂട്ടിയിട്ടാ. അപ്പോൾ അടുത്ത സെക്ഷൻ അതാ പൂട്ടിക്കൊണ്ടിരിക്കണം. വീട്ടിലെ വണ്ടിയാവും, അവനവൻ്റെ പറമ്പാവും, ചാൻസ് അതാണ്. എന്നാലും പിള്ളേർ ചെയ്യണ ആ ഒരു പ്രവൃത്തി നമ്മൾ മാനിക്കണം. അങ്ങനെ യാത്രയിൽ തന്നെ കേട്ടോ. അങ്ങനെ ഇന്നലെ സ്റ്റേ അടിച്ച സ്ഥലമാണ് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു വെയിറ്റിംഗ് ഷെഡ് ആയിരുന്നു. അവിടെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മെയിൻ റോഡാണ്. ഇതുപോലെ 2-3 കൂടിയ ജംഗ്ഷനാണ് കേട്ടോ.